ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് CMA US നമ്മൾ സെൽഫ് സ്റ്റഡിയിലൂടെ, അതായത് സ്വന്തമായി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡൗട്ട്സ് ഒക്കെ എങ്ങനെയാണ് ക്ലിയർ ചെയ്യേണ്ടത്. നമുക്ക് കോച്ചിങ് ഒന്നും ഇല്ലല്ലേ, അപ്പോൾ നമുക്ക് ചോദിക്കാനൊരു മെൻറ്ററോ ഒന്നുമില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണിത്. ഇതിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്, ഏകദേശം 9 to 10 പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം കോച്ചിങ് ഒന്നും ഇല്ലെങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് സെൽഫ് റിലയൻസ് ചെയ്യാൻ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്, ടൂൾസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ സെൽഫ് സ്റ്റഡിയിലൂടെ എങ്ങനെയാണ് CMA US ക്ലിയർ ചെയ്തെന്നുള്ള ജേണിയും പ്ലാനും ഒക്കെ ഓൾറെഡി എൻ്റെ ചാനൽ അവൈലബിൾ ആണ്. കാണാൻ ആഗ്രഹമുള്ളവർ കാണുക, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലോട്ട് കിടക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സെൽഫ് സ്റ്റഡി പ്ലാനിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു യൂട്യൂബ് ചാനലായ എജു കാഫേ എന്ന് പറഞ്ഞ ചാനലിൽ നിന്ന് കണ്ട ക്ലാസ്സസ് ബേസ് ചെയ്തിട്ടാണ് എൻ്റെ ഷോർട്ട് നോട്ട്സ് ഞാൻ പ്രിപ്പയർ ചെയ്തത്. അപ്പം ഷോർട്ട് നോട്ട്സ് ആണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പം ആ ചാനൽ എന്ന് പറഞ്ഞാൽ ഹോക്ക് ബേസ്ഡ് ക്ലാസ്സസ് ആയിരുന്നു. ക്ലാസ്സസ് എല്ലാം ഹോക്ക് ബേസ്ഡ് മെറ്റീരിയലിൽ നിന്നാണ് ആ സാറ് ഇട്ടിട്ടുള്ളത്. അപ്പം നമുക്ക് ആ ഒരു മെറ്റീരിയലിൽ നമ്മളവിടെ റെഫർ ചെയ്യുന്നുള്ളൂ അല്ലേ. അപ്പം ഞാൻ അത് ബേസ് ചെയ്ത് ഷോർട്ട് നോട്ട്സ് എഴുതുന്നു. പക്ഷേ ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകാതെ വരുന്ന സമയത്ത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ മെറ്റീരിയൽ റെഫർ ചെയ്തു. അതായത് ഇപ്പോൾ ഗ്ലെം റെഫർ ചെയ്ത സമയത്ത്, അതിനുവേണ്ടി ഞാൻ ഫസ്റ്റ് എടുത്ത ഗ്ലെമ്മാണ്. ഗ്ലെം റെഫർ ചെയ്ത സമയത്ത് കോൺസെപ്റ്റ്സ് വളരെ സിമ്പിളായിട്ടും എന്നാൽ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്നത് വളരെ എന്താ പറയുക സിമ്പിൾ സെൻറ്റൻസിലുമായിരുന്നു. നമുക്കങ്ങനെ മനസ്സിലാവാത്ത വേർഡ്സോ ഒരു ഡിക്ഷണറി എടുത്ത് വെക്കേണ്ടോ കാര്യങ്ങളോ ഒന്നും ഗ്ലെമ്മിലില്ലായിരുന്നു. പിന്നെ കൂടുതൽ കാര്യങ്ങളും അത് കുറച്ചും കൂടെ വിഷ്വലൈസ് ടേബിൾസ്, ഫ്ലോ ചാർട്ട് അങ്ങനെയൊക്കെയാണ് കൂടുതലും ഗ്ലെം മെറ്റീരിയൽ കാണുന്നത്. അപ്പം അതൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തു. കാര്യം ഹോക്കിയിൽ നിന്നും എനിക്ക് ഗ്ലെം വായിച്ചപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി അങ്ങനെ. അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന ഡൗട്ട്സൊക്കെ അവിടെ തന്നെ ഫസ്റ്റ് ക്ലിയർ ചെയ്ത് പോയി. അതുപോലെ ഞാൻ ജസ്റ്റ് ഒരു ചെക്കിന് വേണ്ടി ബെക്കർ മെറ്റീരിയലും കൂടെ നോക്കിയായിരുന്നു. ബെക്കറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. സിമ്പിൾ ഇൻ ദ സെൻസ് കോൺസെപ്റ്റ്സ് അവർ പറയുന്നുണ്ട്, അതായത് ഒരുപാട് എക്സ്പ്ലനേഷൻ കൊടുക്കാതെ മാക്സിമം 1-2-3 സെൻറ്റൻസിൽ അത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസ് ഒക്കെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കും ഇതിൽ. ഹോക്ക് മെറ്റീരിയൽ വായിക്കുന്നവരാണെങ്കിൽ അതിലെന്ന് പറഞ്ഞാൽ എക്സ്പ്ലനേഷൻ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. പക്ഷേ സെൻറ്റൻസ് ഒക്കെ സിമ്പിളായിരിക്കും പൊതുവേ. പക്ഷേ എനിക്ക് ഇതിൽ നിന്നെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ ഹോക്ക് ബേസ്ഡ് ക്ലാസ് ഞാൻ കണ്ടുകൊണ്ട് എനിക്ക് വേറൊരു മെറ്റീരിയൽ റെഫർ ചെയ്ത് എൻ്റെ ഡൗട്ട്സ് കൂടുതൽ ക്ലിയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഗ്ലെമ്മാണ്. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയലിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സ്, നിങ്ങൾക്ക് ആ മെറ്റീരിയലിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ വേറെ മെറ്റീരിയൽ റെഫർ ചെയ്തുകൊണ്ട് അതിൽ എങ്ങനെയാണ് ഈ കോൺസെപ്റ്റിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വായിക്കുക. ഓരോ മെറ്റീരിയലിലും കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓരോ രീതിയിലാണെന്ന് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ അറ്റ് ദ എൻഡ് പറയാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും, പക്ഷേ പല വഴികളിലൂടെ പറയുമ്പോൾ നമുക്കത് കൂടുതൽ മനസ്സിലാവും എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് അതായിരുന്നു, റെഫർ അതർ മെറ്റീരിയൽസ്. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ എജു കഫേ ചാനലാണ് ഫസ്റ്റ് എൻ്റെ ക്ലാസ്സസ് കാണാൻ വേണ്ടിയിട്ട് റെഫർ ചെയ്ത ചാനൽ. എങ്കിൽ പോലും നമുക്ക് ആ സാറ് പറയുന്ന ചില കോൺസെപ്റ്റ്സ് ചിലപ്പോൾ ചിലർക്ക് എല്ലാ ക്ലാസ്സസൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല, ചിലർക്ക് എല്ലാം മനസ്സിലായെന്നും വരാം. എന്നാൽ മനസ്സിലാവാത്തവരെ സംബന്ധിച്ച് ഞാൻ റെഫർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ യൂട്യൂബ് ചാനൽസ് റെഫർ ചെയ്തു. അതായത് കൊമേഴ്സ് അല്ലേ, നമുക്ക് +1 മുതൽ കൊമേഴ്സ് നമ്മൾ പഠിക്കുവാണ്. അപ്പം CMA ഓറിയൻറ്റഡ് ക്ലാസ് ഉള്ള ചാനൽ തന്നെ നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. വേറെ ഏത് ബേസിക് ക്ലാസ് ഇട്ടിരുന്നാലും നമുക്ക് മനസ്സിലാവുന്നത് എൻ്റെ ബേസിക് എന്താ പറയുക കോൺസെപ്റ്റ് ആണല്ലേ. ബേസിക് കോൺസെപ്റ്റ് ഒരുപാട് പേര് അതിനെപ്പറ്റി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ പല ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ചില കോൺസെപ്റ്റ്സ് ഒക്കെ കൂടുതൽ ഡീപ്പിൽ മനസ്സിലാക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തതും. എനിക്കത് നമ്മളിപ്പോൾ എഴുതി വെക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ സെൻറ്റൻസിൽ എഴുതാനൊക്കെ എന്നെ പല ചാനൽസ് ഇങ്ങനെ റെഫർ ചെയ്യുന്നത് വഴി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഇത്രയൊക്കെ നമ്മൾ ചെയ്താലും നമുക്കത് മനസ്സിലാകണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ ചെയ്ത പ്രാക്ടിക്കൽ എക്സാമ്പിളുമായിട്ട് ലിങ്ക് ചെയ്യുമായിരുന്നു. അതായത് കമ്പനീസ്, ഇപ്പോൾ ഒരു കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും അവർ ചിന്തിക്കുക. ഒരു കമ്പനിയുടെ ഇപ്പോൾ ഒരു സ്ട്രക്ചറാണ് പഠിക്കുന്നത്, ഒരു ഫ്ലോ ആണ് പഠിക്കുന്നതെങ്കിൽ, ഒരു ഡിസിഷൻ അനാലിസിസ് ഒക്കെയാണ് പഠിക്കുന്നതെങ്കിൽ ഒരു കമ്പനി പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അതുപോലെ കമ്പനിയുടെ ഇപ്പോൾ സ്ട്രക്ചേഴ്സൊക്കെയാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കാം, അതിനുവേണ്ടി റിയൽ ലൈഫ് എക്സാമ്പിൾസ് എടുത്തു. ചില കമ്പനീസിൻ്റെ റിപ്പോർട്ട്സൊക്കെ ജസ്റ്റ് റെഫർ ചെയ്തു, ക്രോമിൽ പോയി നോക്കി സെർച്ച് ചെയ്തു. അപ്പോൾ കുറേ കൂടെ ക്ലാരിറ്റി ഉണ്ടായി. ഓക്കെ, റിയൽ ലൈഫുമായിട്ട് എത്രത്തോളം ഇത് ലിങ്ക്ഡ് ആണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ അങ്ങനെയൊക്കെ എനിക്ക് കുറേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ പറ്റി. സോ അതാണ് എൻ്റെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ.
ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഷോർട്ട് നോട്ട്സ് എഴുതി വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുക, MCQ പ്രാക്ടീസ് തുടങ്ങാം. MCQ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതി വെച്ച എല്ലാ നോട്ട്സും വായിച്ചിട്ട് വേണം MCQ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എങ്കിൽ പോലും കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തുണ്ടാവും, തെറ്റും. കാര്യം MCQ വേറൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് വരുന്നത്. എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവുന്ന സെൻറ്റൻസോ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ 100 MCQs വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനത് MCQ റിവ്യൂവിന് എടുക്കുമായിരുന്നു. MCQ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ സോഫ്റ്റ്വെയറിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ താഴെ എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്ന് PDF എക്സ്പ്ലനേഷൻസ്, കുറേ പേര് PDF റെഫർ ചെയ്ത് MCQ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതിലും അവർക്ക് അവിടെ എക്സ്പ്ലനേഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ആ എക്സ്പ്ലനേഷനും ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ട് ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ തെറ്റി, എന്തുകൊണ്ട് ഇത് കറക്റ്റായി എന്നുള്ള എക്സ്പ്ലനേഷൻ താഴെയുണ്ട്. അപ്പോൾ അതുവഴി വായിച്ച് മനസ്സിലാക്കാനൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. കാര്യം ഞാൻ മനസ്സിലാക്കിയ കോൺസെപ്റ്റിൻ്റെ വേറൊരു പെർസ്പെക്റ്റീവായിരുന്നു. അപ്പോൾ ഒരുവിധ ആൻസേഴ്സൊക്കെ അതിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിപ്പീറ്റഡ്ലി MCQs ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കവേ ഞാൻ തിയറി എഴുതി വച്ചേന്നും എനിക്ക് കൂടുതൽ കോൺസെപ്റ്റ് ക്ലിയർ ആവുന്നത് ശരിക്കും പറഞ്ഞാൽ MCQ ചെയ്തു തുടങ്ങുമ്പോഴാണ്. MCQ എത്രത്തോളം ഞാൻ ചെയ്തുകൊണ്ടിരുന്നോ അത്രത്തോളം എൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി വരുമായിരുന്നു കൂടുതൽ. പക്ഷേ ഓരോ പ്രാവശ്യവും ഞാൻ MCQ ചെയ്യുന്നതിന് മുന്നേ എഴുതി വെച്ച നോട്ട്സ് എല്ലാം ഒന്നേന്ന് ഞാൻ വായിച്ചിട്ടാണ് ചെയ്തത്. കാര്യം എനിക്ക് റിപ്പീറ്റഡ്ലി മിസ്റ്റേക്ക് വരുത്താൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ പ്രാവശ്യം അത് നോട്ട് ചെയ്തിട്ട് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടാണ് ഇരുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് എനിക്ക് MCQ റിവ്യൂ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട്. ഓക്കെ, ഇനി പിന്നെ ഒരു കാര്യം MCQ റിവ്യൂ, അതിന് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ MCQ റിവ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സെൽഫ് എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുക. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ കീപ് ആസ്കിങ് വൈ, എന്തുകൊണ്ട്. അപ്പം ഉത്തരങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ സ്റ്റക്ക് ആവുകയാണെങ്കിൽ നമ്മളത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡീപ്പ് അനാലിസിസ് ചെയ്യുവാണ് അല്ലേ. അപ്പോൾ അത് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ട് ഈ റിവ്യൂവിൽ നോക്കുമ്പം അതിലുണ്ടോ എന്ന് നോക്കുക. അതിലുണ്ടാവും നോക്കുമ്പം കുറേയൊക്കെ ആൻസേഴ്സ് അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. അപ്പം അങ്ങനെയും എനിക്ക് എൻ്റെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആറാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയൊക്കെ നമ്മൾ മെത്തേഡ്സ് ഫോളോ ചെയ്ത് വന്നാലും ചിലത് നമുക്ക് ഉത്തരം കിട്ടാതെ വരുമല്ലേ. അപ്പോൾ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനും ആ ആൻസറും AI-യിൽ, അതായത് നമ്മുടെ ChatGPT-യിലോ ഏതിലെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ആൻഡ് സിമ്പിൾ സെൻറ്റൻസ് എന്ന് ചോദിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്സൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. AI ആകുമ്പോൾ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാം അല്ലേ. ഒരു AI ഉത്തരം തന്നാൽ നമുക്ക് ആ ഉത്തരത്തിൽ വീണ്ടും ചോദ്യം ചോദിക്കാം. ആ ചോദ്യത്തിന് വീണ്ടും നമുക്ക് അവിടെ ഉത്തരം കിട്ടും. അങ്ങനെ ChatGPT ഒബ്വിയസ്ലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ ഒരുപാട് എന്തുകൊണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനായിട്ട്. അപ്പം ഇതെൻ്റെ എല്ലാ മെത്തേഡ്സിലും നടന്നില്ലെങ്കിലാണ് ഞാൻ ChatGPT തുറന്ന് നോക്കാൻ തുടങ്ങിയത്. കാര്യം നമുക്കറിയാം, വൺസ് ഫോൺ തുറന്ന് നെറ്റ് ഉണക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ആദ്യമേ ഫോൺ നോക്കാതെ മാക്സിമം എല്ലാ വഴികളും നോക്കി എൻ്റെ ക്രിട്ടിക്കൽ അനാലിസിസ്, എൻ്റെ സെൽഫ് തിങ്കിങ് എല്ലാം ഞാൻ ട്രൈ ചെയ്തിട്ടാണ് ഞാനൊരു AI ടൂളിനെ ഡിപ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യമേ കയറി AI ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബ്രെയിൻ യൂസ് ചെയ്യുന്നില്ല എന്ന് അർത്ഥം. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ എല്ലാ കാപ്പബിലിറ്റിയും യൂസ് ചെയ്തിട്ട് ഒരു തരത്തിൽ നടക്കുന്നില്ലെങ്കിൽ മാത്രം AI യൂസ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നോട്ട്സൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് നമ്മളിനി MCQs ചെയ്യുന്ന സമയത്ത് വീണ്ടും നിങ്ങൾക്ക് തെറ്റുവാണ്, വീണ്ടും നിങ്ങൾക്ക് AI ഡിപ്പെൻഡ് ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിൽ ആ പോർഷൻ മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നീട് വിസിറ്റ് ചെയ്യുക. ഓക്കെ, കാര്യം നമ്മൾ ഓരോ പ്രാവശ്യം അത് പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് ഇതിൻ്റെ നോളജ് കൂടിക്കൊണ്ടേയിരിക്കും. സോ ട്രസ്റ്റ് ദ പ്രോസസ്സ്. നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ആവാതെ വീണ്ടും വീണ്ടും MCQ പ്രാക്ടീസ് ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ വഴികളും നോക്കുക. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ അത് വീണ്ടും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരു 5 പ്രാവശ്യമൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ടോപ്പിക്ക് നിങ്ങൾക്ക് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കത്തിത്തുടങ്ങും. ഓക്കെ, ഇനി വേറൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ടെലിഗ്രാമിൽ, വാട്സാപ്പിൽ, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ ഇതിലെല്ലാം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്സ് ഉണ്ട് CMAയുടെ. അപ്പം നമുക്ക് അവിടെ സ്റ്റുഡൻസുമായിട്ട് എൻഗേജ് ചെയ്തിട്ട് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യാം. പക്ഷേ ഈ പറഞ്ഞോട്ട് ഈ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനെയും AI ടൂൾസിനെയൊക്കെ റെഫർ ചെയ്യുന്നതിന് മുന്നേ ഫസ്റ്റ് നിങ്ങൾ അനലൈസ് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങളുടെ എല്ലാ എഫേർട്ടും ഇട്ട് കഴിഞ്ഞ് മാത്രമേ നിങ്ങൾ ഇവരേക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ.
അതിൻ്റെ കാരണം ഇല്ലെങ്കിൽ നമ്മൾ സെൽഫ് തിങ്കിങ് എന്ന് പറഞ്ഞ സംഭവം നടക്കില്ല. നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ നമ്മളല്ലേ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സെൽഫ് തിങ്കിങ് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ നമ്മളെപ്പോഴും വേറൊരാളുടെ ഉത്തരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു അവസ്ഥ വരും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ എല്ലാ കാപ്പബിലിറ്റിയും യൂസ് ചെയ്ത് സെൽഫ് തിങ്കിങ് നോക്കി ഒന്നും നടന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾക്കായിട്ട് തന്നെ സമയം കൊടുത്ത് ഒരു 5-6 പ്രാവശ്യം MCQs ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ഒരു തരത്തിലും ഇത് കിട്ടുന്നില്ല എങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വേറൊരു ടൂളിനെയോ അല്ലെങ്കിൽ വേറൊരു ആൾക്കാരെയോ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, സോ നിങ്ങൾ ഈ റിവിഷൻ സൈക്കിളിനെ ട്രസ്റ്റ് ചെയ്യുക. സോ അതാണ് എൻ്റെ ഫൈനൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ മൈൻഡ് സെറ്റ് ഫ്രീ ആയിട്ടിരിക്കുക. അതായത് സെൽഫ് ഡൗട്ട് ചെയ്യാതിരിക്കുക. പ്രോസസ്സ് നിങ്ങൾ വെച്ച പ്ലാൻ അതിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. വീണ്ടും വീണ്ടും MCQs പ്രാക്ടീസ് ചെയ്യുക. എപ്പോൾ നോട്ട്സ് വായിച്ചിട്ട് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും വീണ്ടും റിവ്യൂ ചെയ്യുക. അപ്പോൾ ഈ പ്രോസസ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. എനിക്ക് ഇവഞ്ച്വലി ഇത് കിട്ടും എന്ന് തന്നെ മനസ്സിലാക്കുക. ആക്ച്വലി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത്. അതായത് എനിക്ക് സെൽഫ് ഡൗട്ട് ഒത്തിരി വന്നിട്ടുണ്ട്. അതായത് ഈ പ്രോസസ്സ് ശരിയാണോ, ഞാൻ ചെയ്യുന്ന കറക്റ്റാണോ, എനിക്ക് ഉത്തരങ്ങൾ എനിക്ക് കറക്റ്റായിട്ടാണോ ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഓരോ പ്രാവശ്യവും MCQയിൽ മാർക്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഈ പ്രോസസ്സിനെ കൂടുതൽ വിശ്വസിക്കാനും എനിക്ക് കൂടുതൽ കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറി വായിക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. MCQ പ്രാക്ടീസ് ചെയ്യേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പ്രാവശ്യവും നമ്മളിൽ തന്നെ വിശ്വസിക്കുക. നമുക്ക് കോൺഫിഡൻസ് നമ്മൾ തന്നെ നമുക്ക് ഉണ്ടാക്കുക. നമ്മുടെ എല്ലാ വഴികളും യൂസ് ചെയ്തിട്ട് ഒരു തരത്തിലും നമുക്ക് ആ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നില്ല എങ്കിൽ മാത്രം AI ടൂളിനെയോ അല്ലെങ്കിൽ ആൾക്കാരെയോ ഡിപ്പെൻഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഇൻ ഷോർട്ട് എനിക്ക് പറയാനുള്ളത്. സോ ഇത് ഭയങ്കര ഹാർഡ് ജേണി ഒന്നുമില്ല സെൽഫ് സ്റ്റഡി. നിങ്ങൾ വിചാരിക്കുമ്പോൾ കോച്ചിങ് ഇല്ല, നിങ്ങൾക്ക് ചെയ്യാനേ പറ്റത്തില്ല എന്നൊന്നുമില്ല. പറ്റും, നിങ്ങൾ ശ്രമിച്ചാൽ പറ്റും. നിങ്ങൾ അത്രയും സമയം അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നടക്കും. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടാണ് ഈ എക്സാം പാസ്സായത്, അതും സെൽഫ് സ്റ്റഡിയിലൂടെ. അപ്പോൾ ഞാൻ എത്രത്തോളം എനിക്ക് എത്ര ടൈം ലിമിറ്റ് വരെ കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. എനിക്കൊരു ഫുൾ ഡേ ഒന്നും ഇരിക്കാൻ പറ്റില്ല, ഒരു ഫുൾ മന്ത് ഒന്നും അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. എന്നിട്ടും എനിക്ക് സെൽഫ് സ്റ്റഡിയിലൂടെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇതിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഇത് അവരുടെ കഴിവ് കൊണ്ട് തന്നെ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓരോരുത്തർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും. ബട്ട് എല്ലാവർക്കും അവരുടേതായ ഒരു കാപ്പബിലിറ്റി ഉണ്ട്. സോ അതിനെ വിശ്വസിക്കുക, അതിനെ എന്താ പറയുക, ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് എടുക്കുക. സോ നിങ്ങൾക്കും ഈ മെത്തേഡ്സിലൂടെയൊക്കെ ഇത് CMA US ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് എൻ്റെ മുന്നത്തെ വീഡിയോസിൽ ഞാൻ കുറേ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് MCQ സോഫ്റ്റ്വെയറിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഞാൻ സെൽഫ് സ്റ്റഡി പ്ലാൻ ചെയ്തത്, എൻ്റെ ജേർണി എങ്ങനെയായിരുന്നു എന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ ഒന്നും കൂടെ റെഫർ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ അതൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഇടുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാനിടാം. പിന്നെ നെക്സ്റ്റ് ബെക്കറിനെ പറ്റി കൂടുതൽ ഡൗട്ട്സ് വരുന്നുണ്ട്, ബെക്കർ എങ്ങനെയാണ് വാങ്ങിയെന്നൊക്കെ. സോ അത് ഞാൻ ആക്ച്വലി ഒരു ഫ്രണ്ട് ത്രൂ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയാണ് വാങ്ങിയത്. ബട്ട് സ്റ്റിൽ ഞാനിപ്പം ബെക്കറിൻ്റെ വെബ്സൈറ്റ് കയറി നോക്കുമ്പം അതിന് കുറേ മെത്തേഡ്സ് ഉണ്ട് വാങ്ങാൻ. ഞാൻ അതിലൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി പറഞ്ഞുതരാം. ഓക്കെ, പക്ഷേ ഞാൻ ബെക്കർ തന്നെ ഇമ്പോസ് ചെയ്യുന്നില്ല. ഞാൻ ബെക്കർ നോക്കി വെച്ചാൽ ബെക്കറിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതുപോലെ MCQs ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിലൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പോർഷനിലോട്ട് പോകും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ പോർഷൻ വായിക്കാം. ഈ ബാക്കി നമ്മൾ മെറ്റീരിയൽസ് തപ്പിയിരിക്കണ്ട. അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു ക്ലാസ് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില ക്വസ്റ്റ്യൻസിന്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലാസ് തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസ് ബെക്കറിലുണ്ട്. സോ എനിക്ക് തോന്നുന്നു അതേ ഓപ്ഷൻസ് ചിലപ്പോൾ ഗ്ലമ്മിലും ഹോക്കിലും ഒക്കെ കാണുമായിരിക്കും. എന്നിരുന്നാലും ബെക്കർ എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് ഞാൻ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഞാൻ ബെക്കർ തന്നെ വാങ്ങണമെന്ന് ഇമ്പോസൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ള സോഫ്റ്റ്വെയറിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, PDF നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങൾക്ക് ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് വീക്കിലി വൺസ് നിങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ പ്രാക്ടീസ് ചെയ്താലും മതി. ഓക്കെ, സോ ട്രസ്റ്റ് ദ പ്രോസസ്സ്. നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് മെയിൻ. കോച്ചിങ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായി എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും. സോ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ എൻ്റെ ചെയ്യാണ്. സോ ബൈ, ഓൾ ദ ബെസ്റ്റ്.